ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തുന്നത് അങ്കമാലി MLA റോജി എം ജോൺ ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ റോജി എം ജോൺ. സുപ്രഭാതം. ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇന്നലെ റായ്പൂരിൽ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് എത്തി, ഇന്ന് നന്നായി ഒന്ന് ഉറങ്ങിയോ ഇന്നലെ രാത്രി? ഇന്നലെ വന്നപ്പോൾ ഏറെ വൈകി. ഞങ്ങള് പിന്നെ ആ കന്യാസ്ത്രീയുടെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളെയൊക്കെ കണ്ടിട്ടാണ് തിരിച്ചെത്തിയത്. അപ്പൊ അതുകൊണ്ട് രാത്രി ഉറങ്ങിയപ്പം ഏറെ വൈകി. ഇന്ന് രാവിലെ തന്നെ മറ്റു പരിപാടികളിലേക്ക് കൂടുതൽ പോകേണ്ടിയിരിക്കുന്നു അല്ലേ? രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ. ശ്രീ റോജി എം ജോൺ, ഇന്നലെ ആ ജാമ്യം കിട്ടിയ ഉടൻ താങ്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ സഹോദരനാണ്, MLA അല്ല ഇത് എന്ന് പറയുന്ന കന്യാസ്ത്രീയുടെ സഹോദരൻ്റെ വാക്കുകൾ കേരളം കേട്ടതാണ്. അങ്കമാലിയിൽ നിന്നും ആ സഹോദരി പറഞ്ഞതും ഞങ്ങളുടെ MLA ആണ് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിന്നത്, ഞങ്ങളുടെ MLA ആണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ജാമ്യം കിട്ടി എന്നറിഞ്ഞ ആ നിമിഷത്തിൽ ശ്രീ റോജി എം ജോണിന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്ന വികാരം? വലിയ ആശ്വാസമാണ് ആദ്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഒരാഴ്ചയോളമായിട്ട് ഛത്തീസ്ഗഡില് അവിടെ ഞങ്ങളൊക്കെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. എത്രയും വേഗം ജാമ്യം കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. കാരണം ഞാൻ ഏറ്റവും അടുത്തറിയുന്ന ഒരു കുടുംബമാണ്. ഈ സഹോദരനായിട്ടുള്ള ബൈജു ഉൾപ്പെടെ ആ കുടുംബത്തിലെ നിരവധി ആളുകൾ ഞാനുമായിട്ട് ഏറെ അടുപ്പമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്വന്തം കുടുംബം, മാത്രവുമല്ല അന്യായമായിട്ട് ഈ 2 കന്യാസ്ത്രീകള് ജയിലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നീതി നിഷേധം നടക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആത്മരോക്ഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സംഘർഷങ്ങളൊക്കെ അനുഭവിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും ഈ ഒരു ആഴ്ച കടന്നുപോയത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കതിൽ സത്യം ജയിക്കുന്നു, നീതി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ ആശങ്കകളും ഉണ്ടായിരുന്നു. കാരണം സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്ന് ഉള്ള പ്രതീതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായില്ല. മാത്രവുമല്ല വലിയ സങ്കീർണമായിട്ടുള്ള ഒരു വിധിയാണ്. കൂടുതൽ വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് സെഷൻസ് കോടതി വിധി നമ്മളെല്ലാവരെയും തള്ളിവിട്ടത്. അപ്പോ ഞങ്ങൾക്കും അങ്ങനെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇനി NIA കോടതിയിൽ നിന്നും വിധി തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോ ഹൈക്കോടതിയിലേക്ക് പോകണം, അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും അതിന്റെ ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് NIA കോടതിയിൽ നിന്ന് തന്നെ നമുക്കതിന് നീതി ലഭിച്ചു, ജാമ്യം ലഭിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം തന്നെയാണ്. ശ്രീ റോജി എം ജോൺ, 9 ദിവസമായി അകാരണമായി, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, അകാരണമായി കാരാഗ്രഹത്തിൽ കഴിഞ്ഞ ശേഷമാണ് ആ 2 സിസ്റ്റേഴ്സും ജയിൽ മോചിതയായി എത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ എന്ന സഹോദരനൊപ്പം ഛത്തീസ്ഗഡിലേക്ക് പോകുമ്പോൾ വലിയ ആശങ്ക മനസ്സിലുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ? ഇല്ല, യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ ഇത് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാവും എന്ന് കരുതിയിരുന്നില്ല. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും ആദ്യം അവരുടെ വീട്ടിൽ പോയിരുന്നു. അവരുടെ വീട്ടിൽ പോയപ്പോൾ അവര് ഛത്തീസ്ഗഡിലൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കൃത്യമായ മറുപടികളൊന്നും ലഭിക്കുന്നില്ല. കാരണം ഈ 2 കന്യാസ്ത്രീകളും നേരത്തെ ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്തിരുന്നവരാണെങ്കിലും നിലവിൽ അവര് ആഗ്രയിലും അതുപോലെ തന്നെ ജബൽപൂരിലും ഒക്കെ മധ്യപ്രദേശിലും UP-യിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോ അവര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവരവിടെ ജയിലിലാവുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ അധികം ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടായി. അപ്പൊ നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞാൻ വിചാരിച്ചു നേരിട്ട് പോയി കാര്യങ്ങൾ അറിയാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കും. മാത്രമല്ല ഞാൻ ദീർഘകാലം ഛത്തീസ്ഗഡിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ NSUA പ്രസിഡന്റൊക്കെ ആയിരുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ സംഘടനാ പ്രവർത്തന രംഗത്ത് നടക്കുമ്പോൾ അന്നൊക്കെ ഛത്തീസ്ഗഡിൽ ഞാനൊരു 3-4 മാസക്കാലം ഞാൻ അവിടെ താമസിച്ച് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഒത്തിരി അധികം പരിചയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായും നമ്മൾ ചെന്നാൽ നമുക്കതൊക്കെ ഉപകരിക്കുക, ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ്. അപ്പോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്വാഭാവികമായി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അത് കോടതിയിൽ പോയാൽ ജാമ്യം ലഭിച്ച് പുറത്തു പോരാവുന്ന ഒരു കേസേ ഉള്ളൂ എന്നാണ് നമ്മൾ തുടക്കത്തിൽ കരുതിയത്. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയതും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയപ്പോൾ ഇത് വളരെ ബോധപൂർവം ഒരു കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും ഇവരെ പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ജയിലിനകത്ത് ഇറങ്ങരുത് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ഏറെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ്. അപ്പോ അങ്ങനെ അവര് ഇനി ജയിലറകൾക്കുള്ളിൽ തന്നെ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ആദ്യത്തെ ദിവസം കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ കന്യാസ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഞങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തിയത്. കാരണം ഒന്ന്, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ അവർ പറഞ്ഞു. അവര് വിദേശികളാണോ എന്നുള്ള നിലയിൽ പോലും ആളുകൾ ചിത്രീകരിക്കുന്നു.
ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ പൊതുവില് മധ്യപ്രദേശില് അവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ BJP സൈബർ കേന്ദ്രങ്ങളും ഒക്കെ ആ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ഒരു പ്രതീതി എന്ന് പറയുന്നത് ഇവർ ഏതാണ്ട് വലിയ അപരാധം ചെയ്ത ആളുകളാണെന്നും ഏതാണ്ട് വലിയ കൊടും ക്രിമിനലുകളെ പിടിച്ച് അകത്തിട്ട ഏതാണ്ട് പോരാളി അല്ല വീരന്മാരായിട്ടുള്ള ആളുകളാണ് ബജറംഗ് ദൾ പ്രവർത്തകർ എന്നുമൊക്കെയുള്ള നിലയിലുള്ള ഒരു പ്രചരണമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇവരെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഇവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് വലിയ അപരാധം ചെയ്തവർ പോലെയാണ്, ഏതാണ്ട് മനുഷ്യക്കടത്ത് നടത്തിയ ആളുകളെ സഹായിക്കാൻ വന്ന ആൾ എന്ന നിലയിലാണ് ഞങ്ങളെയൊക്കെ അവിടെ അവര് നോക്കിക്കണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്ത് ഇതിന്റെ ഗൗരവമുണ്ട് എന്നുള്ളത്. അപ്പോ പിന്നീടാണ് നമുക്ക് മറ്റ് നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സങ്കീർണമായി വന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ദിവസം അവര് നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകള് ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയാവാൻ പാടില്ലായിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ സത്യം ജയിച്ചതിൽ സന്തോഷമുണ്ട്. ശ്രീ റോജി എം ജോൺ, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതൊരു സംശയവുമില്ല. പക്ഷെ അപ്പോഴും ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനും കേരളത്തിലെ കോൺഗ്രസിനും ഈ വിഷയത്തിൽ രണ്ട് നിലപാടാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് BJP ആണ്. BJPയുടെ ഈ വിഷയത്തിലെ ആത്മാർത്ഥത മറ്റൊരു രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് ഭൂപേഷ് ബാഗേൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. കോൺഗ്രസിന് സർവാധികാരം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടായിരുന്നില്ല അവിടെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഞങ്ങള് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചെല്ലുന്ന സമയം മുതൽ അവസാന സമയം വരെ, ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നോടം വരെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ ചില ആളുകളെ തെറ്റിദ്ധാരണ പരത്താനായിട്ട് ശ്രമിച്ചതാണ്, അവിടെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് വേറെ നിലപാടാണെന്നൊക്കെ. ഞങ്ങൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ 4 MP-മാരും ഞാനും ഉൾപ്പെടെയാണ് അവിടെ ചെല്ലുന്നത്. ഈ കന്യാസ്ത്രീകളെ സന്ദർശിക്കാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായും അവിടെ ജയിലിലെ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് അനുമതിയൊക്കെ കിട്ടി. ഞങ്ങളവിടെ എത്തുമ്പോൾ പറയുകയാണ് അനുമതി ഇല്ല എന്ന്, അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താണ് ഇത്ര പ്രശ്നം, കാരണം MP-മാർക്കോ അല്ലെങ്കിൽ MLA-മാരോ ഒക്കെ ജയിലിൽ റിമാൻഡിൽ കിടക്കുന്ന ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ സന്ദർശിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഈ നാട് മുഴുവനുള്ളതാണ്. പക്ഷേ അവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, BJP സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം, ഒരു കാരണവശാലും ആരെയും കാണിക്കാൻ പാടില്ല എന്ന നിലയിൽ ഞങ്ങൾക്ക് സന്ദർശനാനുമതിയൊക്കെ നിഷേധിക്കുകയാണ്. ഞങ്ങൾ പലരെയും ഫോൺ വിളിച്ചിട്ട് അവരൊക്കെ പറയുന്നത് സാർ മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗേലിനെ ബന്ധപ്പെടുകയാണ്. അദ്ദേഹം ആ സമയത്ത് നേരിട്ട് ആ ജയിലില് അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ടുള്ള, അതായത് 4 MP-മാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കന്യാസ്ത്രീകളെ നേരിൽ കാണാനായിട്ട് സന്ദർശിക്കാനായിട്ടുള്ള ഒരു അനുമതി പോലും ലഭ്യമാകുന്നത് ശ്രീ ഭൂപേഷ് ബാഗേൽ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി, അവിടെ ജയിലിൽ എത്തിച്ചേർന്ന് അദ്ദേഹം മറ്റു പ്രവർത്തകരോടൊക്കെ ഒപ്പം എത്തിച്ചേർന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ അനുമതി ലഭിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കള് ശ്രീ ഭൂപേഷ് ബാഗേലിന്റെയൊക്കെ പ്രസ്താവന, ആ അറസ്റ്റ് ചെയ്ത് ഏറ്റവും അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെയൊക്കെ പ്രസ്താവനയൊക്കെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണെന്നും ഇവരെ അന്യായമായിട്ട് ജയിലിട്ടിരിക്കുന്നതാണെന്നും ഒക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റായ്പൂരിൽ പ്രതിഷേധമൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് രണ്ട് നിലപാടെന്ന് പറയുന്നത്? കാരണം ഇത് ഇവിടെ ചില ആളുകളുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ്. കാരണം BJP-യെ വെള്ളപൂശാനായിട്ട്, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് BJP സർക്കാർ ചെയ്തത് ന്യായമാണ് എന്നുള്ള ഒരു രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ആളുകൾ നടത്തിയ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ എന്നെ ഇന്നലെയൊക്കെ വേദനിപ്പിച്ച, വളരെയധികം ദുഃഖിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഛത്തീസ്ഗഡിലെ BJP-യുടെ ഔദ്യോഗിക ഹാൻഡില്, അവിടെ ട്വിറ്റർ ഹാൻഡിലില് അവിടെ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് കന്യാസ്ത്രീകളെ അവരുടെ മോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും അവിടെ മനുഷ്യക്കടത്ത് നടത്തുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ നിൽക്കുന്നവരും അവരുടെ കാല് പിടിക്കാൻ നിൽക്കുന്നവരും ഒക്കെയാണെന്നുള്ള രീതിയിൽ ഉള്ള കാർട്ടൂണുകൾ, വളരെ ആക്ഷേപകരമായിട്ടുള്ള കാർട്ടൂണുകൾ കോൺഗ്രസിനെതിരായിട്ടും ആ കന്യാസ്ത്രീകൾക്കെതിരായിട്ടും ഛത്തീസ്ഗഡിൽ BJP-യുടെ ഔദ്യോഗിക ഹാൻഡിലുകൾ വഴി പ്രചരിപ്പിക്കുകയാണ്. അപ്പോ അത് അവര് യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളെ കൂടി വീണ്ടും അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുവഴി കോൺഗ്രസ് പാർട്ടിയെയും അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ BJP-യുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് തുടക്കം മുതൽ വ്യക്തമാണ്. അപ്പോൾ ആ നിലപാട് സ്വീകരിച്ച BJP-യെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്
ചില ആളുകളെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസിനെതിരെ നടത്താൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ശ്രീ റോജി എം ജോൺ, ഇപ്പോൾ ഈ കേസിൽ ജാമ്യം ലഭിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേസ് നടക്കുകയാണല്ലോ. ഇനി അവർ ചോദ്യം ചെയ്യണമെന്നോ മറ്റോ എന്നെ ഉൾപ്പെടെ ഇടപെട്ടിട്ടുള്ള ഒരു കേസാണല്ലോ, കോടതിയുടെ പരിഗണനയുള്ള ഒരു കേസാണല്ലോ. അങ്ങനെ ആവശ്യം ഉയർന്നാൽ വീണ്ടും അവർ ഇത്തരം നടപടികൾക്ക് വിധേയമാകണം. ഇപ്പോൾ തന്നെ ബെയിൽ ബോണ്ട് ഉണ്ട്, അത് 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാകണം എന്നുൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കേസ് റദ്ദാക്കുക എന്നുള്ളതാണ് ആ കന്യാസ്ത്രീകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം നീതി. 9 ദിവസം അവർ അനുഭവിച്ച ആ തടവറയ്ക്ക് ഒരു പരിഹാരവുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ കേസ് റദ്ദാക്കുക എന്നുള്ളത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത് NIA ഏറ്റെടുക്കേണ്ട ഒരു കേസല്ല, അങ്ങനെ ഒരു വിഷയമേ ഇവിടെ ഇല്ല, അതിനൊരു ഗൗരവമില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ കോടതി ഉത്തരവ് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്നത് ഇതൊരു NIA കേസായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഉത്തരവിൽ തന്നെ ഈ ആരോപണങ്ങളൊന്നും തെളിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന ഒന്നും ഹാജരാക്കുവാനായിട്ട് ഈ പരാതിക്കാർക്കോ അല്ലെങ്കിൽ പോലീസിനോ പ്രോസിക്യൂഷനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടിയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ കേസിൽ ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്കറിയാം, ഇവര് കന്യാസ്ത്രീകളാണ്, ഇവര് പല സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്. 2 ആഴ്ചയ്ക്ക് കൂടുമ്പോൾ ഒരിക്കലും സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, യാത്ര ചെയ്യുന്നതിൽ വിദേശത്ത് പോകുന്നതിലൊക്കെയുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ വളരെ എന്താ പറയുന്ന ഗുരുതരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇതൊക്കെ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഏർപ്പെടുത്തുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്. എന്തായാലും നമ്മൾ അതുകൊണ്ടാണ് ഈ കേസ് എത്രയും വേഗം റദ്ദ് ചെയ്യണം എന്നുള്ള നമ്മുടെ ആവശ്യം. കാരണം ഇവർ നിരപരാധികളാണെന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൽ ഇരകളാണെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളുടെ നിരപരാധിത്വം പച്ചവെള്ളം പോലെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അടുത്തതായിട്ട് ഈ കേസ് തന്നെ റദ്ദ് ചെയ്യപ്പെടണം, FIR കോഷ് ചെയ്യണം. ഇവര് പൂർണ്ണമായിട്ടും ഈ മുന്നോട്ടുള്ള നിയമക്കുരുക്കുകളിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും അവരെ മോചിതരാക്കേണ്ടതായിട്ടുണ്ട്. അത് 2ാമത്തെ സ്റ്റെപ്പാണ്. അവിടെ കൊണ്ടും ഇത് തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ നമ്മളൊക്കെ കാണേണ്ടത് ഒരു കാര്യം, ഈ കന്യാസ്ത്രീകൾ നിരപരാധികളായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ അത് കുറെ കൂടി വ്യക്തമായി. ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റവാളികളായിട്ടുള്ളത് ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ്. കാരണം ഈ പെൺകുട്ടികളുടെ ഉൾപ്പെടെ മൊഴി വന്നിട്ടുണ്ട്. ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുത്തി പല സ്ഥലങ്ങളിലും ഒപ്പുവെപ്പിക്കുകയും ഇവരെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഈ ഛത്തീസ്ഗഡിൽ നിന്നുണ്ടായി വന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഇവരുടെ ദേഹപരിശോധന നടത്തുകയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് നോക്കി നിൽക്കെ ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ് ഈ അതിക്രമങ്ങളെല്ലാം നടത്തുന്നത്. ഈ കന്യാസ്ത്രീകൾക്ക് ഉൾപ്പെടെ നേരിടേണ്ടി വന്ന വലിയൊരു ഹരാസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, യഥാർത്ഥ പ്രതികള് മാന്യന്മാരായി പുറത്തു നടക്കുകയും ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീകൾ ജയിലിനകത്ത് കഴിയുകയുമാണ് ഉണ്ടായത്. ഇപ്പോ കന്യാസ്ത്രീകൾ പുറത്തു വന്നു. ഇനി യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ഈ ബജ്രംഗ് ദളിന്റെ ആളുകള് അവർക്കെതിരെ കേസെടുക്കണം. അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭ്യമാവണം. ഉറപ്പായും അതിലൊരു സംശയവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ കേസെടുക്കാൻ ഇനിയും അവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ശ്രീ റോജി എം ജോൺ, ഒരിക്കൽ കൂടി അവസാനമായ ഒരു ചോദ്യം കൂടി. താങ്കളെ കന്യാസ്ത്രീയുടെ സഹോദരൻ ഇങ്ങനെ ആലിംഗനം ചെയ്ത് ഇത് എൻ്റെ സഹോദരനാണ്, MLA അല്ല എന്ന് പറയുന്ന ആ ദൃശ്യം കേരളമാകെ കണ്ടതാണ്. അതിനിടയിലേക്ക് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോയ ആ ഒരു സന്ദർഭം, അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കണ്ടിരുന്നോ അത്? അല്ല, നമ്മളെ സംബന്ധിച്ച് അത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഈ ജാമ്യം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സ്വാഭാവികമായും ഈ സഹോദരൻ എന്നെ കെട്ടിപ്പിടിക്കുന്നത്. കാരണം ഞങ്ങള് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, സിസ്റ്റർ വന്ദനയുടെ സഹോദരനും അങ്ങനെ ഇവരുടെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായും എല്ലാവരെ സംബന്ധിച്ചും ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തില് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. അതിനിടയിൽ മറ്റ് സംഭവിച്ച കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും എനിക്ക് നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയ രീതിയും പ്രവർത്തന രീതിയും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള രീതിയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഞാനത് അങ്ങനെ കാര്യമായി അതൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല.
ഓക്കെ, വളരെ നന്ദി ശ്രീ റോജി എം ജോൺ, അങ്കമാലി MLA, ന്യൂസ് മലയാളത്തിൽ ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തിയതിന്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും നിർഭയമായി തുടരാനാകട്ടെ. താങ്ക് യു.